പ്രിയപ്പെട്ടവരെ, ഈ വാർത്താ പ്രഭാതത്തിൽ വളരെ ചൂടുള്ളൊരു വാർത്തയിലേക്കാണ്. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ യുവതി മർദ്ദനത്തിനിരയായി എന്ന് ഡോക്ടറുടെ മൊഴി. യുവതിയോട് സ്കാനിംഗ് നടത്താൻ നിർദ്ദേശിച്ചുവെന്നും പറവൂർ താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. അതേസമയം പ്രതി രാഹുലിനെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. വിവരങ്ങളുമായി മുഹമ്മദ് ജസീം ചേരുന്നു. മുഹമ്മദ് ജസീം, വെരി ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ പന്തീരങ്കാവ് പീഡന കേസിൽ ഇപ്പോൾ ഡോക്ടറുടെ മൊഴി വന്നിരിക്കുന്നു. ഡോക്ടറുടെ മൊഴി പ്രകാരം പെൺകുട്ടി മർദ്ദനത്തിനിരയായി എന്നത് ബോധ്യപ്പെട്ടിരിക്കുന്നു. സ്കാനിംഗ് നിർദ്ദേശിച്ചു എന്നാണ് ഡോക്ടർ പറയുന്നത്. അതായത് ഈ പെൺകുട്ടിയുടെ രക്ഷിതാക്കളും പെൺകുട്ടിയും പറഞ്ഞതിനെ ശരിവെക്കുകയാണ് ഡോക്ടർ, അല്ലേ? അരുൺകുമാർ, അതെ. ഇപ്പോൾ ഡോക്ടറുടെ മൊഴി അന്വേഷണ സംഘം എടുത്തിരിക്കുന്നു. ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് പെൺകുട്ടിക്ക് മർദ്ദനമേറ്റിട്ടുണ്ട് എന്നുള്ള കാര്യം കൃത്യമായി വ്യക്തമാക്കുന്നുണ്ട്. ഈ മാസം 13-നാണ്, 13-ന് രാവിലെയാണ് അവരെ പറവൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നത്. ഈ ഒരു ഡോക്ടറുടെ മൊഴി വളരെ നിർണായകമാണ് എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിൽ. പെൺകുട്ടിയും അവരുടെ വീട്ടുകാരും പറയുന്ന കാര്യം വളരെ കൃത്യമാണ് എന്നുള്ളത് കൂടി ബലപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണ്. ഈ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ശക്തി പകരുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ഒരു ഡോക്ടറുടെ പറവൂർ താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടറുടെ മൊഴി ഉള്ളത്. എന്നാലും ഇതിൽ വലിയൊരു കടുത്ത പീഡനത്തിന്, ഒരു മർദ്ദനത്തിന് ഇരയായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഡോക്ടർ സ്കാനിങ്ങിന് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടിയുണ്ട്. ഇത് ഈ ഒരു അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോകാൻ കൂടുതൽ ഊർജ്ജമാകും എന്നുള്ളതാണ്. കാരണം ഈ ഒരു കാര്യത്തിൽ പെൺകുട്ടിയുടെ മുഹമ്മദ് ജാസിം, നേരത്തെ പെൺകുട്ടിയുടെ കുടുംബം പറഞ്ഞിരുന്നത് ക്രൂരമർദ്ദനത്തിനിരയായിരുന്നു. രക്തക്കറയടക്കം കാറിൽ നിന്ന് കണ്ടെത്തുന്ന സാഹചര്യമുണ്ടായി. മാത്രവുമല്ല, പന്തീരങ്കാവിൽ ഈ കുട്ടിയെ മർദ്ദിക്കുമ്പോൾ രക്ഷിതാക്കൾ, ഈ രാഹുലിന്റെ മാതാപിതാക്കളും ബന്ധുക്കളും പറഞ്ഞിരുന്നത് കുട്ടിയെ അങ്ങനെയൊന്നും മർദ്ദിച്ചിട്ടില്ല, അവർ തമ്മിൽ വാക്കുതർക്കമുണ്ടായി, ചെറിയ രീതിയിലുള്ള മർദ്ദനമേ ഉണ്ടായിട്ടുള്ളൂ എന്നാണ്. പക്ഷേ ഡോക്ടറുടെ മൊഴി അനുസരിച്ചതാണെങ്കിൽ ഡോക്ടർക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മർദ്ദനത്തിന്റെ പാടുകൾ ഈ പെൺകുട്ടിയുടെ ശരീരത്തുണ്ടായിരുന്നു, അല്ലേ? അതെ, അതാണ് വ്യക്തമാകുന്നത് അരുൺ. കാരണം മർദ്ദനത്തിന് ഇരയായിട്ടുണ്ട് എന്നുള്ള ഡോക്ടറുടെ മൊഴി അത് വളരെ അധികം നിർണായകമാണ് ഈ ഒരു കേസിന്റെ മുന്നോട്ടുള്ള പോക്കിന് എന്നുള്ളതാണ്. അതുപോലെ മുഹമ്മദ് ജാസിമാണ് നമുക്കൊപ്പം ചേർന്നത്. മുഹമ്മദ് ജാസിം പറയുന്നതനുസരിച്ച് ഡോക്ടറുടെ മൊഴി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. വീണ്ടും രാഹുലിനെതിരായിട്ടുള്ള ഒരു സുപ്രധാനപ്പെട്ട മൊഴിയായിട്ട് തന്നെ നമുക്കതിനെ കണക്കാക്കേണ്ടതുണ്ട്. രാഹുൽ ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ച് 7-ാം ദിവസം രാത്രിയിൽ ക്രൂരമായി മർദ്ദിച്ചുവെന്ന് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ പറഞ്ഞത്, പെൺകുട്ടി പറഞ്ഞത് ശരിവെക്കുകയാണ് പറവൂരിലെ ഡോക്ടർ. സ്കാനിങ്ങിന് ഈ പെൺകുട്ടിയെ നിർദ്ദേശിച്ചിരുന്നു എന്നതുകൂടി ഡോക്ടർ പറയുന്നുണ്ട്. തീർച്ചയായും രാഹുലിന് കുരുക്കാവുകയാണ് ഈ ഡോക്ടറുടെ മൊഴി. മുഹമ്മദ് ജസീമാണ് കൊച്ചിയിൽ നിന്നും ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്.